ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ വൈകിട്ടെടുത്ത് കുറച്ച് വീഡിയോസാണ് ഇവിടെ കാണിക്കണേ. കുറേ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെക്കുമായിരുന്നേ. കാശിമോനാണെങ്കിൽ കളിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞു പാത്രം കഴുകിയിട്ട് കാശിനെ വിടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി അപ്പുറത്ത് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പാത്രം എപ്പോൾ കഴിയും എന്നുള്ളത് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി വാതിക്കൽ വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വേറെ കുട്ടികളും ആരും കളിക്കാനൊന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ വെയിൽ കുറച്ചുകൂടി താഴട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞത്. പുള്ളിയുടെ ഫ്രണ്ട്സും ആരും വന്നിട്ടില്ല. നമ്മളിവിടെ ക്വാർട്ടേഴ്സിലായതുകൊണ്ട് കശിക്ക് കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ത്രില്ലടിച്ചിരിക്കുക. പക്ഷെ ആരും വന്നിട്ടില്ല. അപ്പോൾ പാത്രം കഴുകിയിട്ടൊക്കെ വിടാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. പാത്രം അങ്ങോട്ട് കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അപ്പുറത്തൊന്ന് വിളി വന്നു കേട്ടോ, കളിക്കാൻ പോകുന്ന സമയമായി എന്ന് ചോദിച്ചിട്ട്. അതാണ് ഞാൻ അപ്പുറത്തോട്ട് പോയതേ. കാശിന് പോകാൻ സമയമായില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഏട്ടൻ വന്നപ്പോൾ കുറച്ച് മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പം 2 മണി കഴിഞ്ഞതുകൊണ്ട് ഞാൻ അപ്പം എടുത്തില്ല. അന്നേരം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകിട്ട് നേരത്തേക്കാണ് അതെല്ലാം എടുത്ത് ക്ലീനാക്കി കുറച്ച് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഫ്രൈ ആക്കാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. അത് വെട്ടിക്കിട്ടിയ മീനായതുകൊണ്ട് എനിക്ക് അധികം ജോലിയില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയാൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയെല്ലാം തീർത്തിട്ട് കാശിനെ അന്നേരത്തേക്ക് സമയമാവുള്ളൂ, അപ്പോൾ വിടാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ പുള്ളീനെ അപ്പുറത്തൊരു വിധത്തിൽ ഇങ്ങനെ ഇരുത്തേക്കുമായിരുന്നു. അത്രയും സമയപ്പോഴത്തേനും കാശിക്ക് കളിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് പുള്ളി കളിക്കാൻ ഇറങ്ങിട്ടോ. അതിനും പിള്ളേരാരും വന്നിട്ടില്ലായിരുന്നെങ്കിലും വെയിൽ പുറത്ത് തന്നുകൊണ്ട് ഞാൻ പറഞ്ഞാൽ പൊക്കോളാൻ പറഞ്ഞിട്ട് പുള്ളി സൈക്കിളും എടുത്ത് ഇറങ്ങി. ക്വാർട്ടേഴ്സിനുള്ളിലായതുകൊണ്ട് നമുക്ക് അധികം പേടിക്കാനൊന്നുമില്ല കേട്ടോ. പുറത്തേക്കൊന്നും പോകില്ല, നമുക്ക് ഉറപ്പുണ്ട്. എങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാറുണ്ട് എവിടെയാണെന്നൊക്കെ ഉള്ളത്. ഗേറ്റിൻ്റെ പുറത്തേക്ക് എന്തായാലും അവൻ പോകില്ല, അപ്പോൾ ആ ഒരു ധൈര്യമുണ്ട്. കാശിനെ കളിക്കാൻ പറഞ്ഞു വിട്ടിട്ട് തിരിച്ചു വന്ന് ഞാൻ മീനൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് മസാലയൊക്കെ പുരട്ടി വയ്ക്കാമെന്നുള്ള രീതിയിൽ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമുണ്ടല്ലോ. പിന്നെ നമുക്ക് കുറച്ച് സമയം അപ്പുറത്ത് കാശിനെ നോക്കി അപ്പുറത്തിരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ. അതെല്ലാം കൈയോടതുകൊണ്ട് പൊടികളെല്ലാം ഇട്ട് മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. മീനിൻ്റെ പരിപാടിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഏട്ടന് രാവിലെ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എളുപ്പപ്പണിക്ക് വേണ്ടി ചപ്പാത്തിക്ക് കുഴച്ചങ്ങ് വെക്കും. തലേ ദിവസം വൈകിട്ടേ കുഴച്ച് വെക്കും. അപ്പോൾ രാവിലെ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമുണ്ടല്ലോ. ഞാൻ മിക്കവാറും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വയ്ക്കാം. ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ കേട്ടോ ചെയ്യാറ്. വൈകിട്ട് കുഴച്ച് വെക്കും രാവിലത്തേക്ക്. ഒരു എളുപ്പപ്പണി. അങ്ങനെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇത് നാളെ രാവിലെ എടുക്കുള്ളൂ. അങ്ങനെ തന്നെ അടച്ചങ്ങ് മാറ്റി വയ്ക്കും. ചപ്പാത്തി മാവ് കുഴച്ചിട്ട് ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേനും കാശി കളിക്കുന്നതിനിടയ്ക്ക് ഒന്ന് ഓടി ഇപ്പുറത്ത് വന്ന് അതിലൊരു കളിപ്പാട്ടം പൊട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് എടുക്കുക, കളിക്കാൻ വെളിയിൽ പുറത്തേക്ക് ഇതുകൊണ്ട് പോകാനായിട്ട് അതെല്ലാം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിയുടെ ബർത്ത്ഡേക്ക് കിട്ടിയ ഒരെണ്ണം പൊട്ടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കളിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പുള്ളി.
ഓക്കെ തന്നേണോ